അടുത്തത് മീനക്കൂറാണ്. പൂരുരുട്ടാതി അവസാനത്തെ പാദവും ഉത്രട്ടാതിയും രേവതിയും ഈ നക്ഷത്രങ്ങൾ ചേർന്നതാണ് മീനക്കൂറ്. സൂര്യൻ ലഗ്നത്തിൽ അവർക്ക് സൂര്യനും ശനിയും ചൊവ്വയും 11-ാം തീയതി മുതൽക്ക് ബുധനും ഇത്രയും നക്ഷത്രങ്ങൾ, ഇത്രയും ഗ്രഹങ്ങൾ അവരുടെ ലഗ്നത്തിൽ വരികയാണ്. ഇവരുടെ പൊതുവേ തന്നെ ഈ കാലഘട്ടം അത്ര അനുകൂലമല്ല. എന്തെന്നാൽ കണ്ടകശനിയും ഏഴരശനിയും ഉള്ള കാലം തന്നെയാണ്. അവർക്ക് ഉത്തരവാദിത്തത്തോടു കൂടി പല കാര്യങ്ങളും നിർവഹിക്കേണ്ട കാലം ആണ്. അത് നേരത്തെ അങ്ങനെ തന്നെയായിരുന്നു, അത് ഇപ്പോഴും അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നു. ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുകയും അത് നിഷ്കർഷയോടെ ചെയ്യുകയും ചെയ്യുക. അഥവാ നിങ്ങളെ മറ്റുള്ളവർ, നിങ്ങളോടൊപ്പം ജോലി ചെയ്യുന്നവരോ നിങ്ങളെക്കാൾ ഉയർന്ന അവസ്ഥയിൽ ബോസ് മുതലായിട്ടുള്ള എംപ്ലോയീസ് അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളെ പഠിത്തത്തിലോ ഗവേഷണത്തിലോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ സീനിയേഴ്സ് നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ടാകും. എപ്പോഴും അവരുടെ ഒരു ശ്രദ്ധ നിങ്ങളിലുണ്ടാകും എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഉത്തരവാദിത്തത്തോടു കൂടി അവരവർ ചെയ്തു വരുന്ന പ്രവൃത്തിക്ക് വേണ്ട ശ്രദ്ധ കൊടുത്ത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ചില അപവാദങ്ങളോ അല്ലെങ്കിൽ അത് ചില വഴക്കുകളോ ഒക്കെ കേൾക്കാനോ ഒക്കെ സാധ്യത ഉണ്ട്. അതോടൊപ്പം തന്നെ ജോലി സംബന്ധമായിട്ടോ അല്ലെങ്കിൽ ഗവേഷണം നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെയുള്ള ജോലികളിലും മറ്റോ ഏർപ്പെടുന്നവരെ സംബന്ധിച്ചോളം അവർക്കൊരു നേതൃസ്ഥാനം പ്രത്യേകമായിട്ട് കിട്ടാൻ സാധ്യത ഉണ്ട്. ഇതേ പ്രവർത്തന മേഖലയിൽ അവരുടെ സീനിയേഴ്സായിട്ടുള്ള ആൾക്കാർ അവരാൽ പ്രത്യേകം നിങ്ങളെ തിരഞ്ഞെടുത്ത് ചില നേതൃസ്ഥാന പദവിയിലേക്ക് അല്ലെങ്കിൽ ഗ്രൂപ്പ് ലീഡറായിട്ട് ഇങ്ങനെയൊക്കെ ഉള്ള അതിന് വേണ്ട ഒരു കൺസിഡറേഷൻ അവരിൽ നിന്ന് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് വേണ്ടത്ര ശ്രമം ചെയ്താലാണ് എപ്പോഴും അതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഇവരൊക്കെ വളരെ വിജിലൻ്റായിട്ട് നിങ്ങളെ നോക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. വേണ്ടത്ര ശ്രമം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്കതിൽ നേട്ടവും വിജയവും ഒക്കെ ഉണ്ടാകും തീർച്ചയാണ്. ജോലി സംബന്ധമായിട്ട് ധനസംബന്ധമായിട്ടും ഒക്കെ ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ടതായിട്ടും ഉത്തരവാദിത്തത്തോടു കൂടി ചെയ്യേണ്ടതായിട്ടും വരുന്നു എന്നുള്ളത് കൊണ്ട് കൂടുതൽ എക്സേർട്ട് ചെയ്യേണ്ടതായിട്ട് വരും. അതായത് കൂടുതൽ സമയം അതിനുവേണ്ടി ചിലവഴിക്കുക. ഇതുകൊണ്ടൊക്കെ ഉറക്കക്കുറവ് മുതലായിട്ടുള്ളവ ഉണ്ടാകാം. അതുപോലെ തന്നെ കാല് സംബന്ധിച്ച്, ജോയിൻറ്റ് സംബന്ധിച്ചും നടു സംബന്ധിച്ചും ഒക്കെയുള്ള ചില അസ്വസ്ഥതകളോ വേദനകളോ ഒക്കെ ഉണ്ടാകും. അതിന് വേണ്ടത്ര വിശ്രമത്തിനുള്ള സമയം കണ്ടെത്തണം. ഇതല്ല എന്നുണ്ടെങ്കിൽ നാഡീ സംബന്ധമായിട്ടും ചില തളർച്ചയോ അല്ലെന്നുണ്ടെങ്കിൽ അത് രോഗദുരിതം അനുഭവിക്കാനുള്ള ഒരു യോഗം കാണുന്നുണ്ട്. കുടുംബപരമായിട്ട് അനുകൂലമാണ് എങ്കിലും അവരുടെ ഒരു ശക്തമായ പിന്തുണയോടു കൂടി മാത്രമേ നിങ്ങൾക്ക് ഈ കാലം അതിജീവിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ. ഇവർക്ക് പരിഹാരമായിട്ട് ശനി ക്ഷേത്ര ദർശനവും ശിവക്ഷേത്ര ദർശനവും ഒക്കെ അനുകൂലമാണ്. പ്രത്യേകിച്ച് പഞ്ചാക്ഷരം നമഃശിവായ എന്ന മന്ത്രം നിത്യേന ശീലിക്കുകയും അതിൽ കുറച്ചെങ്കിലും ധ്യാനം ചെയ്ത് അവരുടെ മനഃശക്തിയും ഒക്കെ വർദ്ധിപ്പിക്കുകയും ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാനും ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ്. നമസ്കാരം.